ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ഡേ. അങ്ങനെ ഒരു പുതിയൊരു വീഡിയോ എടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരു ഉച്ചയ്ക്ക് ഇറങ്ങേണ്ട ഒരു പടത്തിൻ്റെ ട്രെയിലർ, അതായത് മലയാളികൾ ലോകമെമ്പാടും, അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല ലോകം ഒന്നടങ്കം കാത്തിരുന്ന ഒരു പടത്തിൻ്റെ ട്രെയിലർ നൈസായിട്ടൊന്ന് ലീക്കായി. അതായത് വെളുപ്പിനൊരു 12 മണി ടൈം, 12-12:30 ഒക്കെ ആയപ്പോഴത്തേനും നൈസായിട്ടൊന്ന് ലീക്കായി. വേറെ ഒരു പടത്തിൻ്റെ അല്ല, നമ്മളെ എമ്പുരാൻ അഥവാ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ L2E ട്രെയിലറാണ് ലീക്കാക്കി. ഏതോ ഒരു കഴിവ് കൂടിയവൻ ലീക്കാക്കി. എന്തായാലും ഒഫീഷ്യലായിട്ട് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്ത് നൈറ്റ് തന്നെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എന്തായാലും കാണാൻ പോകുന്നത്. ഒരുപാട് അവൈറ്റഡ് ആണ് കേട്ടോ, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒരുപക്ഷെ ഈ ട്രെയിലർ അല്ലെ ഈ മൂവി കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് മാത്രമല്ല, എല്ലാവരും. ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ് ഇത്രയും നല്ലൊരു കാത്തിരിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഒരു ഓളം എന്തായാലും നമ്മൾ കാണാതിരിക്കരുത് കേട്ടോ. ഒരുപാട് പറഞ്ഞെന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എന്തായാലും ട്രെയിലർ ഒന്ന് കാണാം കേട്ടോ, എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ് അവരാണ് എന്റെ മക്കൾ. ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടി സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചു. മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Now you are going live. 5, 4, 3. उसकी आंखें सब देख रही हैं. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. എൻ്റെ മോനെ, കോളങ്ങളുടെ എമ്പുരാൻ. ഫ്രെയിം എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു മ്യൂസിക് ഒക്കെ വെച്ച് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ശരിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇനി ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. യെസ്, അതാണ് വേണ്ടത്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Said Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. Greed. Run against. എൻ്റെ മോനെ മോതിരം ഷോട്ട്. But answer this one question. Who are you really? Lucifer. മുരളി ഗോപി.
എൻ്റെ മോനെ ഈ ഫ്രെയിം എക്സ്പീരിയൻസ് ഇറ്റ് നൈസ്. ഗൈസ്, ഇവിടെ ഉണ്ടായത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. കാരണം ഒരു മഴ പെയ്ത്, ഇടിവെട്ടി മഴ പെയ്ത് ഒരു തോന്നൊരു ഫീലാണ് ഇപ്പോൾ ഉണ്ടായത്. ചെറിയ പടത്തിന്റെ ഒരു വലിയ ട്രെയിലറാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പടത്തിന്റെ വലിയ ട്രെയിലർ. ആ ഫ്രെയിംസ് ഒക്കെ ഓരോന്നും എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ് കേട്ടോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ട്രെയിലർ ഇങ്ങനെ ആണെങ്കിൽ ഇനി അഥവാ അതും ട്രെയിലറിനുപരി പടം ഒരു ലെവലിലോട്ട് പോസിറ്റീവ് റിവ്യൂ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ, ബോക്സ് ഓഫീസൊക്കെ അടിച്ച് പൊട്ടിക്കും. ആ രീതിയിലുള്ള ഒരു പവർ എൻട്രി തന്നെ ആയിരിക്കും. ഇപ്പം തന്നെ പ്രീ ബുക്കിൽ തന്നെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി പടം റിലീസായി മാർച്ച് 27 പടം റിലീസാകുമ്പോൾ എന്തുവാന്ന് എനിക്കറിയാൻ കേട്ടോ. ഇത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പടം ഇറങ്ങുമ്പോഴത്തേനും. കാരണം ആ ഒരു രീതിയിൽ ആ ഒരു ഫ്രെയിം കാരണം ആ ഒരു കൊടയുടെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി വന്ന ആ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേനും സത്യത രോമാഞ്ചം വരുന്നുണ്ട്, രോമാഞ്ചം. കാരണം ഇത് ഫാൻസ് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും മലയാള സിനിമയെ ഒരു ലെവലിലോട്ട് പൃഥ്വിരാജ് സുകുമാരൻ ഈ പടം കൊണ്ട് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊരു സെക്കൻഡ് പാർട്ട് പടമാണേ ഫസ്റ്റ് പാർട്ടിനെയും കാട്ടി. കാരണം ഫസ്റ്റ് പാർട്ട് ഒരു ലെവൽ ഉണ്ടാക്കി വെച്ചപ്പോൾ ആ ഒരു ബ്രാൻഡ് അവിടെ നിർത്തിക്കൊണ്ട് ഒരു പടി മുകൾ തന്നെ എന്തായാലും സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്നുള്ള വാശി ഈ ട്രെയിലറിൽ കാണുന്നുണ്ട്. കാരണം ഒരു 3 മിനിറ്റ്, കാരണം മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഐമാക്സ് റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി മലയാളം മൂവിയാണ് ഈ L2 നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത്. അതുകൂടാതെ 3 മിനിറ്റ് നല്ലൊരു ലോങ് ട്രെയിലറും കൂടാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് ഡീകോഡ് ചെയ്തെടുക്കുന്നവർക്ക് പറ്റും. പക്ഷേ ഇതിനകത്തുനിന്ന് കറക്റ്റ് എന്തൊക്കെയാ സാധനം ഒരു ഫ്ലാഷ് ബാക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരു ഫ്ലാഷ് ബാക്ക് തേടി പോകുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്തായിരുന്നു എബ്രഹാം ഖുറേഷി എബ്രഹാം എന്നുള്ളതാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലീക്കാക്കുന്നതിന് പറയാനുള്ളത്, പടം ഒന്നും പിടിച്ച് ലീക്കാക്കി കളയരുത്, അത്രയും മണ്ടത്തിലൊന്നും കാണിച്ച് കളയരുത്. സോ എന്തായാലും കിടിലമായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയാന്ന്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ ട്രെയിലർ കാണാത്തവർ പോയി ട്രെയിലർ കാണുക, റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ മാക്മോസ് ആൻഡ് സൈനിങ് ഓഫ്.